കൊല്ലവർഷം 1189 കർക്കിടകം 11 ജൂലൈ 27 ഞായറാഴ്ച. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ യോഗാഭിരാമ ജയ. ദശരഥ ചരമം. മന്ത്രിവരനാം സുമന്ത്രരും ഏറിയോരന്തശുജാ ചെന്നയോധ്യ പൂക്കിയിടിനാൻ. വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീർ അത്യർത്ഥമിറ്റേറ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ, വീരമൗലേ ജയ, ശാസ്ത്രമതേ ജയ, ശൗര്യാംബുധേ ജയ, കീർത്തിനിധേ ജയ, സ്വാമിൻ ജയ ജയ, മാർത്താണ്ഡ ഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാനെന്തൊന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാ രാമഹാഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു. സുഹൃതവും മിത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമസീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യ പുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ, ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗദം ശുശ്രുവാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണീകരേറി ഗുഹനോടുകൂടവേ പ്രാണാവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ,
ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം, ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തിത്തനിയേ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാർ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പുരുക്കിച്ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ, സാക്ഷാൽ തപസ്സുകളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനി തീരെ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനിദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നേർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിലംഭോഗതമിതി. ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാവേ ദൃഢമയ ചീടിനേൻ. ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല, കേനവാഹന്ത ഹതോഹം വിധേ വൃഥ. പാർത്തിരിക്കുന്നിതോ മാതാപിതാക്കന്മാർ ആർത്തി കൈകൊണ്ടു തണ്ണീർ കുദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നത്തലോടും. തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേൻ അതിപ്പാപിയായോരു ഞാൻ. പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരും നീടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരൂതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതോ.
മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമാനന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്തിയാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം. പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗവനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ. അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേൻ, അതുമൂലം അവനുമെന്നോടു ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയെന്നെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തുവിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യാകരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മെ എടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും. ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനൻ അന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യമസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഹാ ഗുണാംബുധേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കൂ സുരാലയം. ഭരതാഗമനം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും. മന്ത്രികളോട് മുഴറി സസംഭ്രമം അന്തഃപുരമകം പുക്കരുളി ചെയ്തു.
തൈലമയാദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകം പുക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം ശത്രുഘ്നനോടും ഭരതനെ എന്നതിവിദ്രുതം ചെന്നു ചൊൽകന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകം പുക്കുന്നത്വാ യുധാജിത്തിനോടു ചൊല്ലിയിടിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യയ്ക്കയക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും. ഏതാനുമങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി പൊക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകം പുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്തിയാ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുത്ഥായ ഗാഠമാലിംഗ്യ മടിയിൽ വച്ചുത്തമാങ്കെ മുകർന്നാശു ചോദിച്ചിതു ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ. മാതാവിനും ഭ്രാതൃജനങ്ങൾക്കു ഏതുമേ ദുഃഖമില്ലല്ലീ പറകനി. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാനെനിക്കുള്ളിൽ താതൻ എവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങ് പറകെന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും. ക്ഷോണീതലെ ദുഃഖവിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഹാ താത ദുഃഖസമുദ്രേ നിമജ്ജമാമേതൊരു ദിക്കിന്നു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾക്കുമാരുടയോരിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്ന നേരമുത്ഥാഭ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേന കിം ഫലം ഈശ്വരകൽപ്പിതമെല്ലാം. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാരാ സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനരാതുരനായി വിലാപിച്ചു മരിച്ചിതു താതൻ. അതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ.
താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിയിടിനാൾ മന്നവൻ രാമനഭിഷേകമാരംഭ്യ. സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. 2 വരം മമ തന്നു തവ പിത പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകെന്നു മറ്റതും ഭൂമിപൻ തന്നോടിതു കാലമർത്ഥിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായച്ചിടിനാൻ. ജാനകീ ദേവി പാതിവ്രത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാളാശു. സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ. താതൻ അവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പുക്കാൻ അറിയെന്ന്. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേകിയും ഹാഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴുക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നിയിൽ ദഹിച്ചുപോം അമ്മയെന്നാധി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്യയിൽ വീണുമരിപ്പൻ. അല്ലാകിലോ കാളകൂടം കുടിച്ചിടുവൻ. അല്ലാകിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ. ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കൂമിതുമൂലം. ഇത്തരം മാതരം ഭർസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.